ഹലോ ഹലോ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഓണമൊക്കെ എവിടം വരെയായി? അപ്പോൾ ഓണത്തിൻ്റെ സീരീസിൽ രണ്ടാമത്തെ വീഡിയോ ഇടുകയാണ്. ഇന്ന് നമുക്കൊരു ആറന്മുള വള്ളംകളിയിലൊക്കെ ഉള്ള ഒരു നമ്മുടെ കേരളത്തിൻ്റെ ഒരു വള്ളം ഉണ്ടാക്കുക. ആദ്യം ഞാനൊരു കാർഡ്ബോർഡ് പീസ് ഇട്ട് ചെറുതായിട്ടുണ്ടാക്കി, അത് കണ്ടിച്ചത് മാറ്റി പിന്നെ ഒന്നുകൂടി വലുതായിട്ടുണ്ടാക്കിയേ. പിന്നെ എൻ്റെ കാർഡ്ബോർഡ് ഇച്ചിരി ഒരു കട്ടിക്കുറവുള്ളതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നിങ്ങൾ നല്ലതെടുക്കുക. അപ്പോൾ ഈ വള്ളത്തിൻ്റെ രണ്ട് പീസിന് രണ്ടറ്റം മാത്രം, താഴ്വശം ഒട്ടിക്കല്, രണ്ടറ്റം മാത്രം ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഓണത്തിന് എന്താ നിങ്ങൾ കുറച്ച് ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ, ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട ഇതുണ്ടാക്കിയെന്ന് പറയുമോ? ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തെങ്കിൽ എല്ലോളും സന്തോഷം വരത്തുള്ളൂ. ഓണത്തിൻ്റെ സമ്മാനമായിട്ടിരിക്കട്ടെ. അപ്പോൾ രണ്ടറ്റം മാത്രം ഇട്ട് ഞാൻ ഈ സാധനം വെക്കുന്ന എന്തിന് നടുക്കിങ്ങനെ കാമിച്ച് ഇച്ചിരി വള്ളത്തിൻ്റെ ഷേപ്പ് അകന്ന് നിൽക്കാൻ വേണ്ടിയാണ്. അത് വെച്ചില്ലേലും എൻ്റെ അത് അകന്ന് നിന്നായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഇനി നമുക്ക് താഴ്വശമാണ് വേണ്ടത്. വെള്ളത്തിന് താഴ്വശം ഇല്ലെങ്കിൽ പിന്നെ വെള്ളത്തിൽ മുങ്ങിപ്പോത്തില്ലേ. അപ്പം അത് വേണേ. അപ്പോൾ ഒരു കാര്യം പറയട്ടെ, പണ്ടാണ് എൻ്റെ അപ്പച്ചനെ, അത് മമ്മിയുടെ പപ്പായാണെങ്കിൽ റാന്നിയിൽ ആറന്മുള വള്ളംകളി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആറന്മുള വള്ളംകളി ഒത്തിട്ടാതെ വെള്ളം അങ്ങനെയൊക്കെ. ആ വള്ളംകളിയിൽ ഞങ്ങളുടെ അപ്പച്ചൻ വലിയപ്പച്ചനാണെങ്കിൽ ഇതിൻ്റെ ഈ വള്ളത്തിൻ്റെ ഏറ്റവും മുകളിൽ ഈ ചുങ്കാൻ പിടിച്ചെന്ന് എന്നാണ് വിളിക്കുന്നത്, അത് പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളില്ല, അതാളായിരുന്നു കേട്ടോ. കൂടപ്പച്ചൻ വലിയ ഹരമായിരുന്നു ഈ വള്ളംകളി. ഒരു സ്ഥലത്ത് വലിയ വള്ളംകളി പ്രിയരായിരുന്നു കേട്ടോ. പാവപ്പച്ചൻ ഞങ്ങൾ കാണാൻ പോയിട്ടുണ്ടെന്ന്, കുഞ്ഞിലായിരുന്നു കേട്ടോ, വള്ളംകളി കാണാനും ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം എനിവേ അതൊരു കഥ. അപ്പം ഞങ്ങൾ വീട്ടിൽ അതുപോലത്തെ ഒരു വള്ളം ഉണ്ടായിരുന്നു പണ്ട് കേട്ടോ, പണ്ട് വർഷങ്ങൾക്ക് ഞങ്ങൾ കുഞ്ഞായിരുന്നു കേട്ടോ. ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം കണ്ടു. ഇനി വള്ളത്തെ ഇരിക്കാൻ പേടിയാണ് കേട്ടോ പണ്ടും. എനിവേ നമ്മൾ താഴത്തെ ബേസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇരിക്കുന്ന സ്ഥലം നിങ്ങൾ കണ്ടിട്ടില്ലേ, സീറ്റ് പോലെയൊക്കെ നടുവ് വശത്ത്, അതും കൂടെ ഉണ്ടാക്കി വെക്കണം. അതും ഒരു ചെറിയ കാർഡ്ബോർഡ് പീസ് 2-3 പീസ് എടുത്ത് അകത്തിങ്ങനെ ഒട്ടിച്ച് വെക്കുക. 2-3 നിങ്ങൾക്ക് അത്ര നമ്മുടെ ചെറിയ വെള്ളമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വലിയ കാർഡ്ബോർഡായിരുന്നു, വലിയത് ഉണ്ടാക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ വലിയത് ഇല്ലാത്തതുകൊണ്ട് ചെറുതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുക. ഇച്ചിരി ഞാൻ പറഞ്ഞില്ല, എൻ്റെ കാർഡ്ബോർഡ് ഇച്ചിരി കട്ടിയല്ല, കുറച്ച് വീർപ്പമായിപ്പോയായിരുന്നേ. അതുകൊണ്ട് ഇവിടെ മഴയൊക്കെ ആയതുകൊണ്ട് ഒരു ഈർപ്പമയം പോലെ ആയിപ്പോയി. ഈ കാർഡ്ബോർഡ് വന്നിട്ട് കുറേ നാളായതുകൊണ്ടാണ് കേട്ടോ. എനിവേ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത്. ലൈക്കൊക്കെ അടിക്കണം കേട്ടോ, അല്ല ഞാൻ പിണങ്ങും കേട്ടോ ഓണത്തിന്. എനിവേ അപ്പം എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. ഇഷ്ടമുള്ളതല്ല, ഞാൻ ക്യൂട്ട് മാത്രമല്ല ഉണ്ടാക്കുന്നത്, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളും പിന്നെ എനിക്ക് പടം വരയ്ക്കുന്നതും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് ഫ്രീ കിട്ടുമ്പോഴാണ് ഉണ്ടാക്കണം. പിള്ളേരൊക്കെ ഉള്ളതല്ലേ, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരിക്കുമ്പോൾ വളരെ സങ്കടം തോന്നും കേട്ടോ. എനിവേ 2-3 ഇങ്ങനെ സീറ്റ് പോലത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഇതിലല്ലേ എല്ലാവരും ഇരിക്കേണ്ടത്. ഇനിയും നമുക്ക് ആവശ്യമുള്ളത് എന്താ, ഇതിനെല്ലാം കളർ അടിക്കണ്ടേ. അപ്പോൾ ബ്ലാക്ക് കളറാണ് അടിക്കുന്നത്. എല്ലായിടും ഫുള്ളും അകവും പുറവും എല്ലാം ബ്ലാക്ക് കളർ അടിക്കുക. പിന്നെ ഇച്ചിരി ഉണങ്ങാൻ വെക്കണേ. ഉണങ്ങയില്ലെങ്കിൽ അതിൻ്റെ കളറും അപ്പോൾ ഉണങ്ങാൻ 2-3 മിനിറ്റ് ചെയ്ത് വെച്ച ശേഷം ഇനിയും നമുക്ക് ആവശ്യമാണ് നമ്മുടെ വള്ളംകളിയിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സൗന്ദര്യം ഉണ്ടാക്കണം അവനെ. സൗന്ദര്യം എങ്ങനെ നമ്മൾ അവനെ ഗോൾഡൻ കളർ അപ്പുറത്തും ഇച്ചിരി ആഭരണങ്ങളൊക്കെ അണിഞ്ഞ പോലെ ഉണ്ടാക്കി വെച്ചിട്ട് ഏകദേശമൊക്കെ ശരിയായിട്ടുണ്ട്. ഇനിയും നമുക്ക് ആവശ്യം എന്താണെന്ന് നിങ്ങൾ തന്നെ പറയുന്നത്. എന്താ നമുക്ക് ആവശ്യം? ഇനി 2-3 കുട വേണം. കുടയില്ലെങ്കിൽ എന്താ വള്ളംകളിയിലൊരു രസമല്ലേ? അപ്പം ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും വള്ളംകളി കാണാൻ പോകുന്നുണ്ടോ? എനിവേ ഞാൻ ഇഷ്ടമുള്ള 3 കളറ് ഇങ്ങനെ റൗണ്ട് കട്ട് ചെയ്ത ശേഷം അതിൻ്റെ നടുവശം വരെ ഒന്ന് കട്ട് ചെയ്യുക. ഒരു ഭാഗം എല്ലാ ഭാഗവും കട്ട് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് ഇതിനെ ജസ്റ്റ് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ ജസ്റ്റ് കാണിച്ചതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കുടയെന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് കുടയല്ലല്ലോ, ഒരു ജസ്റ്റ് ഇരുതുള്ള കുടയല്ലേ. അപ്പോൾ അതിന് വേണ്ടിയാണ് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അതിന് ശേഷം ഇച്ചിരി ഉണങ്ങാൻ വെക്കണം 3 പിന്നെ 3 ഞാൻ ഉണ്ടാക്കുന്നത്, കാരണം നമ്മുടെ വെള്ളം കുഞ്ഞു വെള്ളമായതുകൊണ്ട് കേട്ടോ. പിന്നെ ഞാൻ അത്തപ്പൂട്ടത് എങ്ങനെ ഉണ്ടായിരുന്നു? പൂവൊന്നും ഇവിടെയൊക്കെ ഇല്ല കേട്ടോ, ഇവിടെ ഡൽഹിയിൽ വളരെ പൂവൊക്കെ കുറവായതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾ പൂവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത്തപ്പൂവൊക്കെ ഇട്ടിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ പറയണേ. പണ്ട് കുഞ്ഞിലേക്ക് അത്തപ്പൂവൊക്കെ ഇടാറുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് വലിയ കാര്യം. ഓണം എന്ന് പറയുന്നതും ഓണം ക്രിസ്മസ് എന്നൊക്കെ പറയുന്നത് ഇതിനകത്ത് നമുക്ക് എല്ലാവർക്കും ഒരു റിലീജിയനൊന്നും ഇല്ലാതെ എല്ലാവരും ആഘോഷിക്കുന്ന, എല്ലാവർക്കും സന്തോഷം. ഇവിടെ പിന്നെ ദീപാവലിയും കേട്ടോ ആവശ്യമുള്ളത്. അപ്പോൾ നമ്മുടെ കുട 3 ഉണ്ടാക്കിയിട്ട് ഇനി കുടയുടെ മുകളിലൊരു കൂർത്ത സാധനമില്ലേ, അതുണ്ടാക്കട്ടെ. അതിനും അതുപോലെ ഇങ്ങനെ കുഞ്ഞ് പേപ്പർ ഒന്ന് ജസ്റ്റ് ചുരുട്ടി വെച്ച് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഫിറ്റാക്കണം കേട്ടോ. കണ്ടോ, ഇതുപോലെ ഫിറ്റാക്കണം. അപ്പോൾ 3 ഞാൻ ഫിറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുടയുടെ താഴത്തെ വടി എന്ത് ചെയ്യും? വടിയില്ലേ പിന്നെ കുട പിടിക്കുന്നത് എങ്ങനെയാണ്? അപ്പം അത് ഞാൻ ജസ്റ്റ് ഒരു പേപ്പർ ഞാൻ ഇച്ചിരി ഇറുക്കിൽ വെക്കണം. ഇറുക്കിൽ ചുരുട്ടിയായിരുന്നെങ്കിൽ ഇറുക്കിൽ, അല്ലെങ്കിൽ നമ്മുടെ റീഫില്ലില്ല അതിൽ ചുരുട്ടി ഇച്ചിരി വണ്ണം കുറഞ്ഞ് കിട്ടും. എൻ്റെ ഇച്ചിരി വണ്ണം കൂടിപ്പോയി, കാര്യമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. നമ്മുടെ വെള്ളമല്ലേ, നമ്മുടെ സ്വന്തം വീട്ടിൽ വെക്കുന്ന വെള്ളമല്ലേ, ഒരു വെള്ളത്തിൻ്റെ ഒരു ഓണറാന്നൊക്കെ പറയാമല്ലോ. അപ്പം 3 ഇതുപോലെ ചുരുട്ടി അതേ കളർ, കുടയുടെ അതേ കളറിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമ്മുടെ കുടയുടെ താഴത്തെ ഭാഗമായി ഇനി അത് ഒട്ടിച്ചു കൊടുക്കുക. ഇനി കുടയുടെ തന്നെ 3 ഞാൻ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പം നമ്മുടെ കുട ഏകദേശം പറന്നു പോവുക കുടയൊക്കെ.
അപ്പോൾ ഇനിയും നമുക്കെന്താ ആവശ്യം, കുടയ്ക്ക് ഇച്ചിരി സൗന്ദര്യം കുറവല്ലേ, വള്ളത്തിന് മാത്രം സൗന്ദര്യമല്ലോ. കുടയിൽ ഇതുമാത്രം സാധനങ്ങളൊക്കെ എന്തൊക്കെ വളരെ വളരെ എന്താ പറയുക, ഡയമണ്ട്സും വളരെ മുത്തും വേളും ഒക്കെ ഒട്ടിക്കല്ലേ നമ്മുടെ മുത്തുക്കുട ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മുത്തുക്കുട ഉണ്ടാക്കണേ നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് നമ്മൾ കളർ വെച്ച് അടിച്ചത്. ഞാനിപ്പം ഗോൾഡൻ കളറാണ് ഇതിനകത്ത് എത്രമാത്രം അതിൻ്റെ ഭംഗിയുണ്ടെന്ന് അറിയത്തില്ല, പക്ഷേ നേരിട്ട് നല്ല രസമായിരുന്നു കാണാൻ. ഞാൻ വിചാരിച്ചതിനകത്ത് നല്ലവണ്ണം കൊടുത്തു. പിന്നെ ഈ വീഡിയോയിൽ എനിക്ക് യൂട്യൂബിൽ ഞാൻ ആ ഐ ഡിയുടെ പേര് എനിക്ക് ഇങ്ങനെ റാൻഡംലി ഒരു വീഡിയോ കണ്ടപ്പോൾ ആ ഐ ഡി പേര് മറന്നുപോയി. അല്ലായിരുന്നു അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തുണ്ടാക്കിയാൽ കാണുവാണെങ്കിൽ അതിൻ്റെ പേര് എഴുതിയേക്കാം കേട്ടോ, ഞാൻ മറന്നുപോയി. എനിവേ ഇത് 3 കുടയുണ്ട്. ഇപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കുട? 3 കുടയുണ്ട്. ഇനി നമുക്ക് കുട നമ്മുടെ വള്ളത്തെ വെക്കണം. അപ്പോൾ അതിന് താഴെ ഇച്ചിരി ഗ്ലൂ പുരട്ടുക, അതിൻ്റെ വെള്ളത്തിൻ്റെ അകത്തോട്ട് ഒട്ടിച്ചൊട്ടിച്ച് വെക്കുക. ഇച്ചിരി നേരം പിടിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒട്ടിയിരിക്കത്തില്ല. അപ്പം 3 കുടയുണ്ടെന്ന്. ഒരു കുട ഇച്ചിരി ചരിച്ച് പോയി, സാരമില്ല, അല്ല അഡ്ജസ്റ്റ് ചെയ്യാം, നമ്മുടെ വെള്ളം ആയതുകൊണ്ട്. ഇനി നമുക്കെന്താ വള്ളം തുഴയാനുള്ള പങ്കായം അല്ലേ, അത് വേണ്ടേ. അപ്പോൾ വള്ളം തുഴയാനുള്ള ഇതുണ്ടാക്കാനും നമുക്ക് അതിന് മുമ്പ് ഒരു കൊണ്ട് ഈ വള്ളംകളിയിലൊക്കെ കണ്ടില്ലേ ഒരു കൊടി പോലെ മൂളി വെക്കുന്നത്, അതൊക്കെ ഒരു ഭംഗിയല്ലേ. അപ്പം ആ പൊടിയാണ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ വൈറ്റ് കളറാണ് അതിൻ്റെ കൊടിയുടെ സ്റ്റാൻഡായിട്ട് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാൻ. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ സ്റ്റാൻഡ്? ആദ്യം ഞാൻ ഇങ്ങോട്ട് തിരിച്ച് വെച്ചു കേട്ടോ, പിന്നെ മനസ്സിലായത് ഇങ്ങോട്ടല്ല, അങ്ങോട്ട് തിരിച്ച് വെക്കണം. വള്ളം അങ്ങോട്ടല്ലേ പോകുന്നത്, അപ്പോൾ പിന്നെ ഇനി അങ്ങോട്ട് വെച്ചു കേട്ടോ. അപ്പം ഏതായാലും ഇങ്ങോട്ടല്ല തിരിക്കട്ടെ, ഇതുണ്ട് ഇതുപോലെയാണ് വേണ്ടത്. ഇനി നമ്മുടെ കുടയുമായി എല്ലാം ഇനി പങ്കായം കൊണ്ടായ നമ്മുടെ വള്ളംകളി റെഡിയാണ്. ഈ വള്ളംകളിന് വെള്ളത്തിലിറക്കി തുഴയാൻ ആൾക്കാരെ വരയ്ക്കാൻ സ്ഥലമില്ലായിരുന്നുണ്ട്, അല്ലെങ്കിൽ അതും കൂടെ ഉണ്ടാക്കിയേനെ. ഇത് കുറച്ച് നേരം ഇരുന്നാണ്, രാവിലെ തൊട്ട് കുറച്ച് നേരം ഇരുന്നാണ് ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് ഉണ്ടാക്കിയത്. അപ്പം നിങ്ങൾ ലൈക്കൊക്കെ ചെയ്യണേ. ഞാൻ കുറേ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്, ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. ഇനി 2-3 വീഡിയോ കൂടെ ഓണം സീരീസ് ഉണ്ട്. അപ്പം നമ്മുടെ വള്ളം റെഡി ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ കൈ മുഴുവൻ വൃത്തിയായിട്ടായിരിക്കും. അപ്പം നമ്മുടെ വള്ളം ഇങ്ങനെ റെഡി ആയിട്ടിരിക്കും, വെള്ളത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടി. ഇനി നമ്മുടെ അത്തപ്പൂ എന്ത് ചെയ്യും? അത്തപ്പൂവിൻ്റെ മുന്നേ ഇരിക്കുമ്പോഴാണ് വള്ളത്തിനൊരു ഭംഗിയുള്ളത് അല്ലേ. അത് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നോക്കുമായിരുന്നു എങ്ങനെയുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് ചിലപ്പം ബ്രൈറ്റ്നസ് കാരണം കാണാൻ പറ്റുന്നില്ലായിരിക്കും, അത് നമ്മുടെ ലൈറ്റിൻ്റെ കുഴപ്പം കൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അത്തപ്പൂവിൻ്റെ മുമ്പിൽ വള്ളം ഇരിക്കുന്നത് എങ്ങനെയുണ്ട്? ഇഷ്ടമായെങ്കിൽ ഇഷ്ടംപോലെ ലൈക്കൊക്കെ തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണേ. അപ്പോൾ എങ്ങനെയുണ്ട്? ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തുണ്ട്, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണത്തിന് എന്തൊക്കെ ഉണ്ടാക്കിയെന്നൊക്കെ പറയണം കേട്ടോ. നല്ല കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.